ഹലോ, അങ്ങനെ ഇന്ന് ഞാനൊരു യാത്ര പോകാൻ കേട്ടോ. വീണ്ടും ഒരു ട്രെയിൻ യാത്ര. ഇന്ന് ഞാൻ പോകുന്നത് തനിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇരിട്ടി ബസ് സ്റ്റാൻഡിലെത്തി. ബസ് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു കടലയൊക്കെ വാങ്ങിയിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. ബസ്സിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാ ബസ്സിൽ കയറി. ഞാനാണ് ഫസ്റ്റ് ബസ് കയറുന്നത് കേട്ടോ. അത് ഒരു 6-7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ബസ് പോകാൻ തുടങ്ങി. അപ്പോൾ കടല തീറ്റ തുടങ്ങി. അങ്ങനെ കണ്ണൂരെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു, 8:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചേച്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പോകുന്നത് തൃശ്ശൂരേക്കാണ്. അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചേച്ചീൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഈ മരത്തോണ്ടൊക്കെ ഉണ്ടാക്കിയ ഡെക്കറേഷനും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനും. നല്ല ഉള്ളോട്ടാണ്, കാമായിട്ട് ആരും അറിയാത്ത പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ അടിപൊളി, നല്ല മരത്തിൻ്റെ ഒരു ഫുൾ ഡിസൈനിങ് ആയിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലുള്ളൊരു ഹോട്ടൽ കം ബാർ, അല്ല റെസ്റ്റോറൻറ്റ് കം ബാറായിരുന്നു. നമ്മൾ വാങ്ങിയത് പൊറോട്ടയും ചില്ലി ബീഫും ആണ് കേട്ടോ. അടിപൊളി ചില്ലി ബീഫായിരുന്നു. കഴിച്ചിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ അവിടുന്ന് 2:30ക്കായിരുന്നു നമ്മളെ ട്രെയിന്. അതായത് 12:40 വരേണ്ട ട്രെയിൻ ലേറ്റായിട്ട് 2:30ക്കാണ് വന്നത്. ആ സമയത്ത് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ട്രെയിന് വന്ന് നിർത്തിയിട്ട് അവർ അന്നത്തോടെ ആ ട്രെയിനിൻ്റെ ട്രാവലിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയോ സംഭവങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എന്തോ ഒരു കൗതുകം പോലെ തോന്നിയിട്ട് ഞാനതിങ്ങനെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഓടിക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു കഷ്ണം ഉണ്ടാവില്ലേ, എന്നാൽ ബോഗിയോ എന്താ പറയാന്ന് എനിക്കറിയില്ല, ആ ഒരു സാധനത്തിനുള്ളിൽ അവരെന്തൊക്കെയോ സാധനങ്ങൾ പുറത്തൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അതിൻ്റെ അകത്ത് ഇത്രയും വലിയ ട്രെയിൻ ഓടിച്ച് ഒരു ഡ്രൈവറാണ് കേട്ടോ. അത് ഞാൻ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല, അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് കയറി. അതായത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ബസ് കയറി. പാലക്കാട് ബസ് കയറിയിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ വയനാടൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. അടിപൊളി സ്ഥലവും ആംബിയൻസ്, നല്ല ചെറിയൊരു മഞ്ഞ് പോലെയായിട്ട് നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. രാവിലെ തന്നെയല്ലേ. അങ്ങനെ നമ്മളാ ഉറക്കപ്പിച്ചിൽ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. തൃശ്ശൂർ തന്നെയാണ്, പട്ടിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഡ്രീം സിറ്റി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്കാണ്. അവിടെ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം നമ്മളൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചട്നിയും സാമ്പാറും വേറൊരു തക്കാളി ചട്നി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 11 മണിയൊക്കെ ആയപ്പോൾ നമുക്കൊരു ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇതിൽ പിന്നെ ഫുൾ ഫുഡാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ല ലാവിഷ് ഫുഡായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മളെ കണ്ണൂർ ഫുഡാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടമായി. പായസമൊക്കെ ഉണ്ടായിരുന്നു, ചിക്കൻ കറി, മീൻ കറി, അങ്ങനെയൊക്കെ അടിപൊളി. പിന്നെ വൈകുന്നേരം ആദ്യം ചായ ഉണ്ട്, ചായയും ഒരു വടയും. പിന്നെ ആദ്യം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞു നേരെ നമ്മൾ റൂമിലേക്ക് പോയി അവിടുന്ന് ചിപ്സ് പെറുക്കി തന്നാണ്. നമുക്ക് എപ്പം പോയാലും തീറ്റ മെയിനാണ്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രിക്കത്തെ ഫുഡാണ് 7:30 to 8:30 കഴിക്കണം. അങ്ങനെ ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് മിക്സർ കഴിക്കായിരുന്നു. ഇതൊക്കെ 3-4 ദിവസത്തെയാണ് കേട്ടോ. ദിവസത്തെ ക്ലാസ് ആണ്, അല്ല ട്രെയിനിങ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ഓരോ ദിവസത്തെ. പിന്നെ ഞങ്ങൾ രാത്രിക്ക് അടിച്ചുപൊളി കലാപരിപാടികളൊക്കെ ആയിരുന്നു. കുറച്ച് പാട്ടും അധികം പാട്ടും ഡാൻസൊന്നും ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന ഹോട്ടൽ. ഇത് ലാസ്റ്റത്തെ ദിവസം ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അടിപൊളി ഹോട്ടലായിരുന്നു, ഫുൾ AC, നമ്മളെ ഫ്രീ അക്കോമഡേഷനും ഫുഡൊക്കെയാണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. ലാസ്റ്റ് ദിവസം മൂന്നാം ദിവസം നൈറ്റാണിത്. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ എത്രാമത്തെ ദിവസം? അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഐസ്ക്രീമൊക്കെ തന്ന് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കൊക്കെ ഇൻട്രോ വരണമെന്ന് ആഗ്രഹം. ഭയങ്കര ഫേമസ് ആയ ഫോട്ടോസൊക്കെ ഞാനും ഉണ്ട് എന്നൊക്കെ പറയാലോ. അപ്പോൾ ഏച്ചി വാ, ഇങ്ങോട്ട് വാ. നമ്മൾ ഐസ്ക്രീം തിന്നേരെ ബാക്കി അവിടുന്ന് തുടച്ച് അടിക്കുന്നുണ്ട്. പറയൂ, എന്താണ് പറയുന്നത്? എന്തായിരുന്നു? ഡാൻസറാണ് കേട്ടോ. ഹായ്.
ഈ കളവി ഇത് കരാട്ട ബ്ലൂ ബെൽറ്റോ ബ്ലാക്ക് ബെൽറ്റോ എന്തോ ആണ്. ഈ കളവി എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പം കണ്ടിനെ കളിക്കുന്നു. ഞാനിപ്പോ ഒരു ചവിട്ട് കൊടുക്കും ഞാൻ. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇന്നും കൂടി ഉള്ളു അല്ലേ? 3 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായമുണ്ട്. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? എന്താ ചേച്ചി? ചേച്ചിയാണ് എന്നെ ഇവിടെ സേഫ് ആയിട്ട് കൊണ്ടാക്കിയത്. അതെ ഏയ് ലക്ഷ്മി പാടിക്കോ. ലക്ഷ്മി ഒരു പാട്ട് പാടുന്നതാണ്. എത്തി നോക്കാറില്ല പറഞ്ഞ കൊച്ചെത്തി നോക്കുന്ന പോലെ. ഏത് ഈ തള്ളയെന്നാണ് കളിക്കുന്നത്. ലാസ്റ്റ് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ 14ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ പാട്ട് മേളായിരുന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറേ ആൾ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ പുറത്ത് പോയിട്ട് ചേച്ചിയുടെ വക കേക്ക് കാര്യങ്ങളൊക്കെ എല്ലാവരോടും ബൈ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു, കുറേ പേര് പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. രാത്രി 2:30 ട്രെയിന്. അപ്പോൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. ബായ്.